പെപ്പെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് എന്തായാലും പടത്തിൽ അടി കാണും എന്നുള്ളൊരു തോട്ട് എന്തായാലും എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ ഇതിൽ എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫാമിലി ഇമോഷനാണ്. ഒരുപാട് വലിയ അല്ലെങ്കിൽ ഈ ത്രൂ ഔട്ട് ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഉള്ള മൊമെന്റ്സ് ഫാമിലി ഇമോഷൻസ് അത് ഭയങ്കര രസമായിട്ട് എഴുതിയിട്ടുണ്ട് ദീപു. അതേപോലെ എൻ്റെ അടുത്ത് ഗോവിന്ദ് വന്ന് കഥ പറഞ്ഞപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അടിയേക്കാൾ അല്ലെങ്കിൽ ഈ ബോക്സിംഗ് എന്ന് പറയുന്ന എലമെന്റിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ പറയുന്ന ഫാമിലി എലമെന്റ്സ് ആണ്. അത് വളരെ നല്ല രീതിക്ക് തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗോവിന്ദ് ആണെങ്കിലും ദീപു ആണെങ്കിലും ടെൻഷനിലാണ്, എന്നാലും കോൺഫിഡൻ്റ് ആണ്. നന്നായിട്ട് തന്നെ അവരുദ്ദേശിച്ച പോലെ തന്നെ പടം വന്നിട്ടുണ്ട് എന്നുള്ളതിൽ. അതേപോലെ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ ആന്റണി ഇതിനു വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും റിസൾട്ട് എന്തായാലും ഈ പടം ഇറങ്ങുമ്പോൾ, പടം കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും, എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾ. അതേപോലെ ആദ്യമായിട്ടാണ് ഇത്, ഫസ്റ്റ് പടമാണ് മോയുടെ. അപ്പോൾ അത് വളരെ ഗംഭീരമായിട്ട് ആ ക്യാരക്ടറിനെ ചെയ്തിട്ടുണ്ട്. അതേപോലെ എൻ്റെ മോള് ജെസ്, ഞങ്ങൾ രണ്ടാമത്തെ തവണ ഇതിനു മുമ്പ് ഒരു സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ജെസ്സിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ജെസ് ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ കിടിലൻ ആക്ടറാണ്. പിന്നെ സൈജു ചേട്ടൻ്റെ കൂടെ എനിക്ക് വളരെ കുറച്ച് കോമ്പിനേഷൻസേ ഉള്ളൂ, പക്ഷെ ഉള്ളതൊക്കെ ഭയങ്കര രസമുള്ള കോമ്പിനേഷൻ സീൻസ് ആണ്. എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് പ്രതീക്ഷ. അപ്പോൾ എല്ലാവരും എന്തായാലും തിയേറ്ററിൽ പോയി സിനിമ കാണുക. ഇതൊരു ആക്ഷൻ പടം എന്നല്ല അല്ലേ, ഒരു കംപ്ലീറ്റ് ഒരു എന്റർടൈനർ ആണ്, ഒരു ഫാമിലി സ്പോർട്സ് ഡ്രാമ ആണ്. അപ്പോൾ എല്ലാവർക്കും എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റും, എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. ഇപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. ഗോവിന്ദിൻ്റെ ക്ലാരിറ്റി തീർച്ചയായിട്ടും വിസ്മയിപ്പിക്കുന്നതായിരുന്നു. എന്ത് കഥാപാത്രമാണെങ്കിലും അവരൊക്കെ എന്താണ് തൻ്റെ സിനിമയിൽ ചെയ്യേണ്ടതെന്ന് സംവിധായകൻ എന്നുള്ള നിലയിൽ, അതും ആദ്യ സിനിമ സംവിധാനം ചെയ്യുന്ന വ്യക്തിയുള്ള നിലയിൽ ഗോവിന്ദിൻ്റെ ആ ഒരു ക്ലാരിറ്റി ഈ സിനിമയുടെ എല്ലാ മേഖലയിലും 100% ആത്മാർത്ഥമായിട്ട് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നാളെ ഓൺ സ്ക്രീനിൽ റിഫ്ലക്റ്റ് ചെയ്യും. അച്ചുവിനും കൊച്ചുവൻ സാറിനും ആന്റണിക്കും മോനും ലിജോയ്ക്കും സൈചേട്ടനും ജെസ്സിനും ദീപുവിനും ഞാൻ കുറച്ചേ ഉള്ളൂ സിനിമയിൽ, അതുകൊണ്ട് ഞാൻ അധികം ഇൻട്രാക്ട് ചെയ്തിട്ടില്ല ടീമായിട്ട്. ഞാൻ ഗോവിന്ദിനോടും ദീപുവിനോടും സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. ഇങ്ങനെ ഒരു റോള് തന്നതിന്, ഒരു മണ്ടൻ ബിസിനസ്സുകാരൻ്റെ അത് കുറേ കാലമായി ഒരു മണ്ട വേഷം തന്നിട്ട് അത് ഐ ആം വെരി ഹാപ്പി. നാളെ എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പുണ്ട്, സ്ക്രീനിൽ തീ പാറാൻ സാധ്യതയുണ്ട് ഇവരുടെ ടീം. അത്ര ഇടി രണ്ടുപേരും വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും അറിയാലോ, ദാവീദ് നാളെ ഇറങ്ങാൻ പോവാണ്. അപ്പൊ എല്ലാരും മൂവി കാണണം. കടം വാങ്ങിച്ചിട്ടാണെങ്കിലും പൈസ ഇല്ലെങ്കിലും എന്തെങ്കിലും പോയി കാണണം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് വിടൂല. ഗോവിന്ദ് ഒരു 2 years മുന്നെയാണ് ഈ സ്ക്രിപ്റ്റുമായിട്ട് വരുന്നത്. അപ്പം അത് കേട്ട ഉടനെ തന്നെ ഗോവിന്ദ് ആക്ച്വലി വേറൊരു കഥ പറയാനായിരുന്നു വന്നത്. അപ്പം അത് കൊള്ളാം, വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഗോവിന്ദ് പറഞ്ഞു ഒരെണ്ണം ഉണ്ട്, ഇച്ചിരി കൂടെ ഒരു വലുപ്പമുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പം ഞാൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. കേട്ട ഉടനെ ഞാൻ പറഞ്ഞു നമുക്കതല്ല, ഇതാണ് ആദ്യം ചെയ്യേണ്ടത്, ഇത് നമുക്ക് ഉടനെ തന്നെ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഗോവിന്ദിൻ്റെ ആ സ്വപ്നത്തിൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയതിൽ ഭയങ്കരമായ സന്തോഷമുണ്ട്. പിന്നെ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയേണ്ട ആന്റണിയോടാണ്. പുള്ളി ഇതിനെ കഷ്ടപ്പെട്ടത് നേരിട്ട് കൂടെ നിന്ന് കണ്ട് അനുഭവിച്ച ഒരാളാണ് ഞാൻ. പുള്ളിയുടെ ഈ എഫേർട്ട് എടുത്തിട്ടാണെങ്കിൽ ഈ സിനിമ ഒരിക്കലും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പുള്ളി ഒരു സാധാരണ ഒരു ആർട്ടിസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടി ഒത്തിരി ഇതിന്റെ കൂടെ നിന്നു എന്നാണ്. ഒരു 3 months മൂവിക്ക് മുന്നേ തന്നെ 3 months ഇതിന്റെ പ്രിപ്പറേഷൻ തുടങ്ങേണ്ട വന്നു. പുള്ളി ഓരോ ദിവസവും ബാക്കി ഇതിന്റെ ബോക്സിങ്ങും ഡയറ്റും വർക്കൗട്ടും എല്ലാത്തിൻ്റെയും കൂടെ പുള്ളി എൻ്റെ മേലെ അഭിനയിക്കേണ്ടതുണ്ടായിരുന്നു. പുള്ളിക്ക് ടൈമില്ലായിരുന്നു. പുള്ളിക്ക് ആക്ച്വലി ടൈമില്ല, ഒന്നും ചെയ്യാൻ പേഴ്സണൽ കാര്യങ്ങൾക്കൊന്നും ടൈമില്ലാതെ ഓടി നടക്കുന്നത് ഞാൻ കണ്ടു. ഇത്ര എഫേർട്ട് എടുത്തതിന് ആന്റണി ശരിക്കും താങ്ക് യു. അതേപോലെ തന്നെ ഇസ്മായിൽ, ഞാൻ ഇതിനു മുന്നേ നിമിത്തങ്ങളിലൊന്നും വലുതായിട്ട് വിശ്വസിക്കാത്ത ഒരാളായിരുന്നു. പക്ഷെ ഈ സിനിമയിൽ ഒത്തിരി പേര് കറക്റ്റായിട്ട് ചേരേണ്ട ആൾക്കാർ വന്നു എന്നുള്ളതാണ്. ഒരു എന്താ പറയാ, സിനിമയുടെ ഒരു ഓൾമോസ്റ്റ് ഒരു വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഷൂട്ടിന് തൊട്ട് മുന്നെയാണ് മോനെ നമുക്ക് ഈ സിനിമയിലേക്ക് കിട്ടിയത്.
പക്ഷെ കിട്ടിക്കഴിഞ്ഞ് മോ അല്ലാതെ വേറൊരാളെ എനിക്ക് ഈ ക്യാരക്ടറിനെ സങ്കല്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് ടു മോ. അതേപോലെ തന്നെ സവിചേട്ടനും ഈ പറഞ്ഞ പോലെ ഒരു ലാസ്റ്റ് ഒരു ക്രിട്ടിക്കൽ ഒരു സമയത്താണ് സവിചേട്ടൻ വന്നത്. അർജുനേട്ടനും കുട്ടേട്ടൻ ഇവിടെ ഇല്ല. പക്ഷെ കുട്ടേട്ടൻ്റെ ഇപ്പം അടുത്ത് കാണുന്ന ക്യാരക്ടേഴ്സിനോട് തന്നെ ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണിത് എന്നാണ് എൻ്റെ വിശ്വാസം. പുള്ളി പോലൊരു ആർട്ടിസ്റ്റിന് ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളി അഭിനയിക്കുന്നത് കണ്ട് പലപ്പോഴും ഞെട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ലിജോയും അമേസിങ് പെർഫോമൻസ് ആണ്. ആദ്യത്തെ ദിവസം ലിജോ വന്നപ്പോൾ പുള്ളിക്കാരത്തി എന്ത് ഈസായിട്ടാണ് ഓരോ ക്യാരക്ടേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നത്. വളരെ സ്ട്രോങ് ഒരു ക്യാരക്ടറാണ് ലിജോ ചെയ്തേക്കുന്നത് ഇതിനകത്ത്. അപ്പം അത്രയൊക്കെ എനിക്കും പറയുള്ളൂ. അപ്പം എല്ലാവരും ഇതിനെ മാക്സിമം സപ്പോർട്ട് ചെയ്ത സപ്പോർട്ടിന് താങ്ക്സ്. ഈ സിനിമയുടെ കൂടെ നിൽക്കുക. ഒത്തിരി ഫ്രഷേഴ്സിന്റെ ഒരു ഓണസ്റ്റ് അറ്റംപ്റ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. നന്നായിട്ട് തള്ളാൻ പറ്റുന്നതായിരുന്നു. ഇപ്പൊ ഇച്ചിരി ടെൻഷൻ ഉള്ളതുകൊണ്ട് അങ്ങനെ വലുതായിട്ട് തള്ളാൻ പറ്റുന്നില്ല. പക്ഷേ ഇതൊരു ചെറിയ സൂപ്പർ മാർക്കറ്റാണ്. നിങ്ങൾക്ക് ഒരു കൊച്ചു ലുലു ആണ് ദാവീദ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സാധനങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം. അത് ഇമോഷനുണ്ട്, ഫൈറ്റുണ്ട്, നല്ല ഒരു ഫാമിലി എൻ്റർടൈനർ. നിങ്ങൾ തിയേറ്ററിൽ കൊടുക്കുന്ന കാശ് കൃത്യമായിട്ടും മുതലാകുന്ന ഒരു സിനിമയായിരിക്കും. എനിക്ക് ഈ പടം കണ്ടിട്ട് ഒരിക്കലും അയ്യോ ഇത്രയും സമയവും കാശും വേസ്റ്റ് ആയല്ലോ എന്ന് തോന്നത്തില്ല. ഇതിൽ നന്നായിട്ട് തള്ളാമായിരുന്നു. എനിക്ക് പറ്റുന്നില്ല കേട്ടോ. നെഞ്ചിടിപ്പ് ചെവി കേൾക്കുന്നുണ്ട്. കുറച്ച് ടെൻഷൻ ഉണ്ട്. വാലന്റൈൻസ് ഡേ ആണ്. 2 റൊമാൻറ്റിക് ചിത്രങ്ങളുടെ കൂടെ ഒരു ആക്ഷൻ പടം. ഡേറ്റ് ഒന്ന് മാറ്റി പിടിക്കാമെന്ന് തോന്നുന്നുണ്ടോ? ഇതിന്റെ മറുപടി കുട്ടേട്ടൻ പറഞ്ഞിരുന്നു. അത് പ്രണയത്തിൽ സംഘർഷമുണ്ട്. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് സംഘർഷഭരിതമായ ഒരു കൊച്ചു കുടുംബ ചിത്രം വാലന്റൈൻസ് ഡേക്ക്. അതാണ് ആ ദിവസം തന്നെ തിരഞ്ഞെടുത്തത്. കാരണം വെച്ചാൽ കളക്ഷൻ കൂടാൻ ആദ്യത്തെ ദിവസം വളരെ സ്പെഷ്യലാണ്. ഒരു ഡയറക്ടറെ സംബന്ധിച്ച് ഫസ്റ്റ് ഡേ വളരെ സ്പെഷ്യലാണ് സ്ക്രീനിൽ കാണുന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു ദിവസം ക്രൂഷ്യലായിട്ട് ടെൻഷൻ ഉണ്ടോ? ടെൻഷനില്ല. കപ്പിൾസ് വന്നാൽ കപ്പിൾസിന് ഇഷ്ടപ്പെടും, സിംഗിൾസ് വന്നാൽ സിംഗിൾസിന് ഇഷ്ടപ്പെടും. അതുകൊണ്ട് അതിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. റൊമാൻറ്റിക് പടം കപ്പിൾസ് പോയില്ലേ, സിംഗിൾസ് വരട്ടെ ഫസ്റ്റ് ചോയ്സ് ആയിട്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര രസമായിരിക്കും. അത് സിംഗിൾസ് കൂടുതൽ അടിപൊളിയാണ്. നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് കഷ്ടപ്പാടുണ്ടാവും ഉറപ്പായിട്ടും. മെന്റലി ഫിസിക്കലി സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഫൈനലി നമ്മുടെ സിനിമയ്ക്ക് വേണ്ടിയല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് വേറെ സംഭവങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല. ഫൈനലി സിനിമ നന്നാവുക, അതിനുവേണ്ടി എന്തൊക്കെ മെന്റലി ഫിസിക്കലി നമുക്ക് എന്തൊക്കെ എഫേർട്ട് എടുക്കാൻ പറ്റും അത്ര എഫേർട്ട് എടുക്കുക. പിന്നെ ഡയറക്ടർ പറയുന്ന കാര്യം മാക്സിമം നന്നായിട്ട് ചെയ്യാൻ നോക്കുക. ഇതൊക്കെയാണ് ഞാൻ നോക്കുക. ക്യാരക്ടർ ചൂസ് ചെയ്യുന്നത് ആക്ഷൻ പടങ്ങൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക ഒരിക്കലും ഇല്ല. അത് ഇപ്പൊ ഞാൻ അങ്ങനെ ആയിപ്പോയതാണ് ബ്രോ. അല്ലാതെ ഞാൻ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ആക്ഷൻ സിനിമകളുടെ ഭാഗമായത് എനിക്ക് വന്ന പരിപാടികളൊക്കെ അങ്ങനെ ആയിപ്പോയതാണ്. ഞാൻ പണ്ട് ചെയ്ത ഷോർട്ട് ഫിലിംസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഭയങ്കര കോളേജിൽ ഇങ്ങനെ ഒലിപ്പിച്ച് കിടക്കുന്ന പയ്യൻ, അങ്ങനത്തെ കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള പരിപാടികളൊക്കെയാണ് ഞാൻ ചെയ്തേക്കണത്. പക്ഷെ സിനിമയിൽ വന്നിട്ട് അങ്ങനെ ആയതാണ്. ഒരിക്കലും അങ്ങനെ ഒരു ആക്ഷൻ സിനിമകൾ മാത്രം ചെയ്യണമെന്നല്ല. എനിക്ക് എല്ലാ ടൈപ്പ് റോംകോം അല്ലെങ്കിൽ ത്രില്ലേഴ്സ് അല്ലെങ്കിൽ റൊമാൻറ്റിക് സിനിമകൾ, കോമഡി സിനിമകൾ, അങ്ങനത്തെ സിനിമകളെല്ലാം ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പിന്നെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള സിനിമകളുണ്ടല്ലോ. ഇപ്പോൾ ഈ ജാക്കി ചാൻ്റെയൊക്കെ സിനിമകൾ പോലത്തെ അതിനകത്ത് ആക്ഷനും ഉണ്ടാവും, നല്ല കോമഡി ഉണ്ടാവും, എല്ലാം കൂടിയുള്ള മിക്സ് ചെയ്തിട്ടുള്ള സിനിമ. ഇങ്ങനെ എല്ലാ സിനിമയുടെയും ഭാഗമാണെന്നാണ് എൻ്റെ ആഗ്രഹം. മലയാളത്തിലൊരു ജാക്കി ചാനാണല്ലേ? അങ്ങനെയല്ല. ആന്റണിയോട് ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന് അങ്കമാലി ഡയറീസ് തൊട്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കൊണ്ടുവരെ കണ്ട് വളരെ ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ്. ഇതിലേക്ക് എടുക്കുന്ന എഫേർട്ട് ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നതാണ്. ഒരിക്കലും എന്നെ കൊണ്ടൊന്നും ആലോചിക്കാൻ പോലും പറ്റാത്തത്ര എഫേർട്ടാണ് ആന്റണിയൊക്കെ എടുക്കുന്നത്. അപ്പം ആ എഫേർട്ട് തീർച്ചയായിട്ടും നാളെ സ്ക്രീനിൽ നല്ല അത്രമായിട്ട് തിളക്കത്തിലുണ്ടാവും. നേരത്തെ ആന്റണി നിർത്തിവെച്ചൊരു സ്ഥലത്ത് ഞാൻ കണ്ടിന്യൂ ആണ്. അപ്പം നേരത്തെ ആന്റണി പറഞ്ഞു, ഇപ്പം ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സിലൂടെ അദ്ദേഹം തിരിച്ച് അച്ചീവ് ചെയ്തേക്കുന്ന ആക്ച്വൽ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഉള്ളൊരു മെൻറ്റാലിറ്റി അച്ചു വഴിയും ഗോവിന്ദ് വഴിയും കിട്ടി. അപ്പം അച്ഛനോടും ഗോവിന്ദിനോടുമാണ് ആന്റണിയെ അങ്ങനെ ഒരു മെൻറ്റാലിറ്റി കൊടുത്ത പോലെ ഒരു മെൻറ്റാലിറ്റി ആക്കും തരും. അപ്പോൾ അത് നാളെ എന്താണെങ്കിലും കാണാം. സോ ഇറ്റ് വാസ് എന്താ പറയുക, പ്ലഷർ അങ്ങനെ തന്നെ പറയണം ഇയാളുടെ വർക്ക് ചെയ്യാൻ. അത്ര കാത്തിരുന്ന് തന്നെയിട്ടാണ് കിട്ടിയത്. തീ പാറട്ടെ, പാറും, ഇടികൊണ്ടപ്പോൾ തീ പാറുമല്ലോ.
ഞാൻ കുറച്ച് സീനുകളേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ത്രെഡിൻ്റെ അതിൻ്റെ ഒരു ക്ലൈമാക്സും ഞാൻ കണ്ടു. ഇവരുടെ എഫേർട്ട് എടുക്കുന്നത് ഞാൻ ഡബ് സ്റ്റുഡിയോ പോയപ്പോൾ കുറച്ച് സീനുകൾ കണ്ടു. ഇതൊക്കെ എനിക്ക് ടിക്കറ്റ് എടുക്കാൻ നാച്ചുറലി തോന്നിപ്പിക്കുന്ന ഘടകങ്ങളാണ് എന്നെ കാണാൻ. അപ്പം നാച്ചുറലി എന്നെ പോലത്തെ കുറച്ചധികം ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ തോന്നും. ഇതൊരു പക്ക ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു വയലൻസ് അല്ലെങ്കിൽ ഒരു പക്ക ഇടിപ്പടമല്ല ദാവീദ്. ദാവീദ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഭയങ്കര ഒരു ഫാമിലി എൻ്റർടൈനർ പ്ലസ് ബോക്സിങ് അല്ലെങ്കിൽ സ്പോർട്സ് മൂവി, അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു സിനിമയാണ്. അപ്പം അങ്ങനത്തെ ഒരു സിനിമ ഇറങ്ങിയിട്ട് കുറച്ച് നാളായി, നമ്മുടെ കേരളത്തിൽ ഇറങ്ങിയിട്ട് കുറച്ച് നാളായി. അപ്പം അതിലാണ്, ഈ സ്ക്രിപ്റ്റിലാണ് എനിക്ക് ഉള്ള കോൺഫിഡൻസ്. അവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ മേക്ക് ചെയ്തെന്നാണ് എൻ്റെ പ്രതീക്ഷ പോലെ സംഭവിക്കട്ടെ, നല്ലൊരു സിനിമയാവട്ടെ. ദാവീദിലേക്ക് വരുമ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാക്കിയുള്ള പടങ്ങളിലെല്ലാം ആക്ഷൻ്റെ ഇത് എടുക്കുകയാണെങ്കിൽ നാടൻ തല്ലും പരിപാടികളൊക്കെ ആയിരുന്നു. ആകെ ഇത്തിരി വ്യത്യാസം ഉണ്ടായിരുന്നത് RDXലാണ്. പക്ഷെ അതും എനിക്ക് മര്യാദയ്ക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, ഒരു ചെറിയ ആക്സിഡന്റ് പറ്റിയായിരുന്നു. അപ്പൊ ഇതിനകത്തേക്ക് വന്നപ്പോൾ ബോക്സിംഗ് ആണ്. ബോക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ റൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ വെറുതെ വന്നിട്ട് ചറവറ അടിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ ആ ബോക്സിംഗ് അടിപൊളിയായിട്ട് നമ്മൾ പക്ക ആ ഒരു പ്രൊഫഷണൽ രീതിയിൽ തന്നെ ചെയ്യാനായിട്ടുള്ള അതായിരുന്നു ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ബാക്കിയുള്ള ഫൈറ്റിന്റെ ടൈമിങ് നമുക്ക് ഇത്രയും പടങ്ങൾ ചെയ്തുകൊണ്ട് കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏത് കോമ്പിനേഷൻ തന്നാലും ചെയ്യാവുന്ന രീതിയിൽ നമ്മുടെ കോച്ചായിട്ടുള്ള ജിതിൻ ചേട്ടനും ടിൻസൺ ബായും ചേർന്ന് നമ്മളെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കൊരു കൊറിയോഗ്രാഫി വന്നു കഴിയുമ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബോക്സിംഗ് പടമാണ് സർപ്പട്ട പരമ്പര. തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ഉണ്ടാവുമല്ലോ. ഞാനത് കണ്ടിട്ടായിരിക്കും എടുക്കുന്നത്. പ്യുവർ റെഫറൻസ് പിടിക്കാൻ പറ്റില്ലല്ലോ, കാരണം എല്ലാവരും കോമൺലി കണ്ടിട്ടുണ്ട്, കുറച്ച് ട്വീക്ക് ചെയ്തിട്ടുണ്ട്. എന്നാലും അതിന്റെ കോൺസെപ്റ്റ് ഓഫ് ദാവീദ് ഐഡിയ ഈസ് ജെനുവിൻ. ദാവീദിന്റെ ഐഡിയ ഭയങ്കര ഫ്രഷായിരുന്നു. അതാണ് എനിക്കും ഞങ്ങൾക്കൊക്കെ പ്രൊഡ്യൂസേഴ്സിനെയൊക്കെ കിട്ടിയത്. അപ്പൊ ആ ഐഡിയ ഭയങ്കര ഫ്രഷാണ്. പിന്നെ അതിലേക്ക് ഒരു കഥ പറഞ്ഞു വരുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ റെഫറൻസുകൾ, ഒരുപാട് റെഫറൻസ് അങ്ങനെ ഇല്ല. കാരണം ആ സിനിമ ഡിഫറെൻ്റ് തന്നെയാണ് നമ്മളിൽ നിന്ന് പൂർണ്ണമായിട്ടും. ബ്രോ നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിൽ ശരിക്കും ഞങ്ങളുടെ കാരണവർ ഇവിടെ ഇല്ല, കുട്ടേട്ടൻ. അപ്പോൾ കുട്ടേട്ടൻ ഇതിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം കോഴിക്കോടുള്ള പൂളാടിക്കുന്ന് എന്ന് പറഞ്ഞൊരു വില്ലേജ്, സ്പോർട്ട് ബോക്സിംഗ് വില്ലേജ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്, പൂളാടിക്കുന്ന്. ഞാൻ ഇത് റിസർച്ച് ചെയ്ത സമയത്താണ് ഞങ്ങൾക്ക് മനസ്സിലായത് അങ്ങനത്തെ ഒരു ബോക്സിംഗ് വില്ലേജ് ഇവിടെ ഉണ്ട്, കേരളത്തിലുണ്ട്. അപ്പൊ അവിടെ 55 വർഷം ബോക്സിങ്ങിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത ഒരാളുണ്ട്, പുത്തലത്ത് രാഘവൻ എന്ന് പറഞ്ഞിട്ട്. ആളിപ്പോൾ മരിച്ചുപോയി. അപ്പൊ ആളുടെ കുറിച്ച് വായിച്ചപ്പോൾ ആളാണ് ആദ്യമായിട്ട് വനിതാ ബോക്സിംഗ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ വിവാഹം പോലും കഴിച്ചിട്ടില്ല, അത് ഹി സ്പെൻഡ് ഹിസ് ലൈഫ് ഫോർ ബോക്സിംഗ്. അപ്പോൾ കുറച്ചുകൂടെ ആളുകൾ അദ്ദേഹത്തെ കുറിച്ച് അറിയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫാമിലിയുമായിട്ട് സംസാരിച്ച് റൈറ്റ്സ് വാങ്ങിയിട്ട് നമ്മൾ ആ കഥാപാത്രത്തെ ചെയ്തത്. പൂർണ്ണമായിട്ടും അദ്ദേഹത്തെ അല്ല പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്, ഒരു 40% ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത് കുട്ടേട്ടനാണ്. അപ്പോൾ കുട്ടേട്ടനും ആന്റണിയും കൂടെ ഈ ഇടവേളകളിൽ ഒരു ആക്ടിങ് ക്ലാസ് നടത്താറുണ്ടായിരുന്നു. കുട്ടേട്ടൻ പറയുന്നു, ആന്റണി കേൾക്കുന്നു. അപ്പം ആ ആക്ടിങ് ക്ലാസ്സിനിടയിൽ ഞാൻ കേട്ടൊരു കാര്യമുണ്ട്. അപ്പൊ ആക്ഷൻ അഭിനയിച്ച് വലിപ്പിക്കാനാണ് ഏറ്റവും പാടെന്ന് കുട്ടേട്ടൻ പറഞ്ഞു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എനിക്ക് ഒരാൾ എന്നെ ഇടിക്കുന്നു, ആ ഇടി കൊള്ളുന്നത് ഞാൻ ഭയങ്കര രസമായിട്ട് പെർഫോം ചെയ്താലേ, അല്ലെങ്കിൽ ഫീൽ ചെയ്ത് പെർഫോം ചെയ്താലേ പ്രേക്ഷകൻ അത് ഫീൽ ചെയ്യുള്ളൂ. അത് തിരിച്ച് നമ്മൾ ഇടിക്കുമ്പോൾ ഇടിയട എന്ന് തോന്നത്തുള്ളൂ. അപ്പം ആക്ഷൻ പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. ഇഫ് ആന്റണി ഈസ് ഗുഡ് ആക്ഷൻ, അയാൾ ഗംഭീര നടനാണ്. അതാണ് സത്യം. നമ്മൾ സിനിമ എടുക്കാൻ ആണ് 2015 എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിട്ടാണ് കൊച്ചിയിൽ വന്നത്. അപ്പോൾ ഈ ഒരു 10 years ട്രാവലിൽ ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി സർവൈവ്ഡ് ഇൻ കൊച്ചി. ഇപ്പോൾ ചെറിയ അഡ്വർടൈസ്മെന്റ്സ് ആയാലും VFX വർക്കുകളായാലും നമ്മൾ സിനിമയിൽ സർവൈവ് ചെയ്തു എന്നുള്ളതാണ്. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടായാലും സർവൈവ് ചെയ്തു എന്നുള്ളതാണ് ഭയങ്കര സന്തോഷം. പിന്നെ നമ്മൾ ഒരു കഥ എഴുതി, ഒരുപാട് കഥകൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. ദാവീദാണ് ആദ്യമായിട്ട് കഥ പറയാൻ അച്ഛൻ്റെ അടുത്ത് പോകുന്നത്. അപ്പം അച്ചുവും മറ്റൊരു കഥയായിട്ടാണ് അച്ഛൻ്റെ അടുത്ത് പോകുന്നത്. അച്ചു വേറൊരു കഥ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു പുതുമുഖ സംവിധായകനെ നിങ്ങൾ ഒരിക്കലും തരില്ല, ആ കഥ ഞാൻ ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ അച്ചുവും
ഷിബു ബേബി ജോൺ സാറും ഒരേ സ്വരത്തിൽ പറഞ്ഞു നമ്മൾ ഈ സിനിമ ചെയ്യുകയാണ്. ബിക്കോസ് സിനിമ ഒരു വലിയ സിനിമയായിരുന്നു. ഇപ്പം മോയെ പോലെ ഒരു ആക്ടറിനെ വേണം, പുറത്തുനിന്ന് ആക്ടർ വരണം. അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ലെവലിൽ ഭയങ്കര വലിയൊരു പടമായിരുന്നു. അപ്പോൾ അവരത് കട്ടയ്ക്ക് കൂടെ നിന്നു. കാരണം നമ്മൾ ചെയ്തിട്ടുള്ള ചെറിയ പരസ്യങ്ങളൊക്കെ അവർ കണ്ടിട്ടുള്ളൂ. അവരുടെ വിശ്വാസമായിരുന്നു. അവർ കൊടുത്ത അച്ചുവും ശിവസാറോടെ കൊടുത്ത വാക്കാണ് കുജുമോൻ സാർ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ കുജുമോൻ സാർ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു കാര്യങ്ങൾ കുറച്ചുകൂടെ. കാരണം ഭയങ്കര സപ്പോർട്ടായിരുന്നു ചെയ്തത്. ഞാൻ ചോദിച്ചതെല്ലാം പടത്തിന് തന്നു. അപ്പം ഞാൻ ഈ പറഞ്ഞ ജേണിയിൽ എൻ്റെ സ്ട്രഗിളിൻ്റെ പേ ഓഫ് എന്ന് പറയുന്നത്, ഞാൻ സിനിമ തുടങ്ങുന്ന വരെ മനസ്സിലാക്കിയിരുന്നത് പേ ഓഫ് ഈ സക്സസ് എന്നായിരുന്നു. പക്ഷേ ഈ സിനിമ തുടങ്ങി ഷൂട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പേ ഓഫ് സക്സസിന് ഉപരി എൻ്റെ സ്ട്രഗിൾസിൻ്റെ, എൻ്റെയും ദീപുവിൻ്റെയും സ്ട്രഗിൾസിൻ്റെ പേ ഓഫ് എന്ന് പറയുന്നത് ഈ സിനിമയ്ക്ക് കിട്ടിയ നല്ലൊരു പ്രൊഡക്ഷൻ കമ്പനിയായിരുന്നു. എൻ്റെ സിനിമയിൽ സഹകരിച്ച ക്രൂ ആയിരുന്നു. എൻ്റെ ക്രൂ എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ ഒരു ഭയങ്കര ശക്തി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസൈൻ ക്രൂ ആയിരുന്നു അവർ. എനിക്ക് ആക്ച്വലി ഒരു ബസ്സിൽ റിഗ് ഇടാൻ സാധിച്ചില്ല, റിഗ് വന്നില്ല. അപ്പോൾ മിന്നൽ ബാബു ഏട്ടൻ എന്ന് പറയുന്ന മിന്നൽ ക്രെയിനിൻ്റെ ബാബു ഏട്ടനുണ്ട്. ബാബു ഏട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോനെ നീ വിഷമിക്കണ്ട, ഞാൻ ഓടുന്ന വണ്ടിയിൽ മറ്റേ ജിബിട്ട് തരാമെന്ന് പറഞ്ഞു. അയാൾ ജിബിട്ട് എനിക്ക് ഷൂട്ട് ചെയ്ത് തന്നു. എനിക്ക് വള്ളത്തിൽ പ്ലാറ്റ്ഫോം അടിക്കാൻ പറ്റിയില്ല, വള്ളം ബാഡായിരുന്നു വന്ന വള്ളം. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു വള്ളത്തിനകത്ത് ജിബ് ഇട്ടു. അപ്പം ഞങ്ങൾ പ്രൊഡ്യൂസർ വന്നിട്ട് ചോദിച്ചു അത്രയും വലിയ ജിബ് എങ്ങനെ ഇട്ടു എന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് നോ പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചു ഒരു കാര്യത്തിലും. ഇപ്പോൾ എൻ്റെ മേക്കപ്പ് മാൻ ഉണ്ട്. ഇപ്പം ഞാൻ വർക്ക് ചെയ്ത പല പടങ്ങളിലും മേക്കപ്പ് മാനൊക്കെ വന്നിട്ട് നിന്നിട്ട് പോവും, 2 ദിവസം വരും. 72 ദിവസം എൻ്റെ കൂടെ അവർ ട്രാവൽ ചെയ്തു. ഇപ്പം എൻ്റെ ഒരു ഓപ്പണിംഗ് സീക്വൻസിന് പ്രതിഭട്ടൻ എന്ന് പറയുന്ന ഒരാൾ അയാൾ എവിടുന്നൊക്കെയാണ് ആ കോസ്റ്റ്യൂം തപ്പിയെടുത്തുകൊണ്ട് വന്ന് എനിക്കത് ചെയ്തു തന്നെന്ന് എനിക്കറിയില്ല. ലിറ്ററലി ആൻ്റണീനെ ഇട്ടത് നിർത്തിക്കളഞ്ഞു. ഞാൻ ആഗ്രഹിച്ച പോലെ ഞാൻ എയിൽ എന്താണോ കൊടുത്തത് അതിട്ടിട്ട് വന്നു. എൻ്റെ ഫ്രണ്ട് സാലുവാണ് എൻ്റെ ക്യാമറ ചെയ്തത്. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചനാണ് സാലു ചെയ്ത റേവ് റിവ്യൂസ് ഉള്ളൊരു വർക്ക്. കാതൽ, മമ്മൂക്ക സാറിൻ്റെ കാതൽ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ, ഇൻ ആൻഡ് ഔട്ട് കൊമേഴ്ഷ്യൽ. കാരണം ഞാൻ സാലുവൊക്കെ കണക്ട് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാം കട്ട വിജയ് ഫാൻസ് ആണ്. നമ്മൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി കാണുന്നതാണ്. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു പടം നമ്മളെ എടുക്കേണ്ടതെന്ന് ഫ്രം ദ ഡേ കണക്ട് ആവുന്ന ദിവസം തൊട്ടേ നമ്മൾ പറഞ്ഞിരുന്നു. ഞാൻ അവനോട് ചോദിച്ചത്, എടാ നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ആൻ്റണീനെ പ്രസൻറ്റ് ചെയ്ത് തരണം. അവൻ്റെ കഴിവിൻ്റെ മാക്സിമം എടുത്തിട്ട് ഞാൻ ആഗ്രഹിച്ചതിലും മേളിൽ സാലു എനിക്ക് ഷൂട്ട് ചെയ്ത് തന്നു. എൻ്റെ എഡിറ്റർ ചെറുമണം. ഇപ്പം ഞാൻ, ദീപു, രാകേഷ്, ഞങ്ങൾ 3 പേരും തീവണ്ടിയിൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിരുന്നു. അപ്പം ആ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിരുന്നവരാണ് ഈ സിനിമയിൽ ഡയറക്ടർ, റൈറ്റർ, എഡിറ്റർ ആയത്. അപ്പം അതായത് ഞങ്ങൾ സിനിമയിലേക്ക് ഒരുമിച്ച് വന്നു, ഞങ്ങൾ ഗ്രോ ചെയ്തത് ഒരുമിച്ചാണ്, ഞങ്ങൾ ഈ പൊസിഷനിൽ നിൽക്കുന്നത് ഒരുമിച്ചാണ്. അത് ഭയങ്കര ഒരു ഇമോഷണൽ മൊമെൻ്റ് ആണ് ലൈഫിലെ. സോ അവൻ ആക്ച്വലി ഹി ഗീവ്സ് ദാവീദ് ബ്ലഡ് ആൻഡ് ഫ്ലഷ്. അവൻ്റെ രാത്രികളൊക്കെ ഭയങ്കര കട്ടയ്ക്ക് അവൻ ഇരുന്ന് ചെയ്തു. പിന്നെ ഇതിനെക്കുറിച്ച് പറയുന്നതിൽ യാതൊരു മീനിങ് ഇല്ല. സ്ട്രഗിൾ ഇസ് അവർ ചോയ്സ്. എൻഡ് ഓഫ് ദ ഡേ ഞങ്ങൾ എടുത്തിരിക്കുന്ന എഫേർട്ട് ആ സിനിമയിലുണ്ട്. എൻ്റെ ഫസ്റ്റ് കട്ട് കണ്ടിട്ട്, ഇപ്പം ഞങ്ങൾക്ക് പടം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഫസ്റ്റ് കട്ട് കണ്ടിട്ട് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായി, നമ്മൾ വന്നോ നമുക്കെല്ലാം വർക്കായി, പുറത്തുള്ള ആളുകൾക്ക് വർക്ക് ആവുന്നുണ്ടോ. അപ്പം ആദ്യമായിട്ട് ഇത് ടീസർ കട്ട് ചെയ്യാൻ ഈ സിനിമ കണ്ടത് ലിൻഡോ കുര്യനാണ്. അപ്പം ലിൻഡോ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഇത് വർക്കബിൾ ആണല്ലോ, പരിപാടി അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ലിൻഡോ വിളിച്ചപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഏറ്റവും സന്തോഷമായ കാര്യമാണ്, കാരണം നമുക്കിഷ്ടപ്പെട്ടു, ഇനി ഇത് പ്രേക്ഷകൻ സ്വീകരിക്കുമെന്നുള്ളൊരു ഇതിലുണ്ട്. അപ്പം ലിൻഡോ ഈ വർക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ അവനെ പരിചയപ്പെടുന്നത്. അപ്പം അവൻ പറഞ്ഞു, ചേട്ടനെ എനിക്ക് പരിചയമില്ല, പക്ഷെ ദാവീദ് ഡിസർവിങ് ആണ്. അപ്പം ഞങ്ങൾ ചെയ്ത പ്രൊഡക്റ്റ് നൈസാണ്. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഞങ്ങൾക്ക് കണക്റ്റ് ആയ സിനിമ, കാരണം ഞാൻ ദീപു പറഞ്ഞ കഥ കണക്റ്റ് ആയിട്ടാണ് അച്ചു വരുന്നത്, ആ കഥ കണക്റ്റ് ആയിട്ടാണ് ആൻ്റണി വരുന്നത്, ഇവരെല്ലാവരും വരുന്നത്. അപ്പോൾ ഞങ്ങളെപ്പോലെ സമാന ചിന്താഗതിക്കാർക്ക് എല്ലാവർക്കും ആ സിനിമ കണക്റ്റ് ആവും എന്നെനിക്ക് വിശ്വാസമുണ്ട്. ഇല്ല, അതിപ്പോ എൻ്റെ അടുത്ത് പറയാൻ എല്ലാവരും അടിപൊളിയായിരുന്നു. പ്രിൻസസ് ട്രീറ്റ്മെന്റ് ആയിരുന്നു എല്ലാവരും.
കാണിച്ചപ്പോൾ ഭയങ്കര ജലസായി പോയില്ല. അസൂയ RDX. നീ തീർന്നടാ. ഒരു ഫാമിലി മാൻ നല്ല ഒരു ക്യാരക്ടർ നോക്കുകയാണ് ഫസ്റ്റ് വരുന്ന മുഖം സഹിച്ചേട്ടനൊക്കെ ആയിരിക്കും. ഒരു ഫാമിലി അങ്ങനത്തെ കുടുംബചിത്രങ്ങൾ വരുമ്പോൾ ഫസ്റ്റ് വരുന്ന മുഖം സഹിച്ചേട്ടൻ. അങ്ങനെയുള്ള സഹിച്ചേട്ടൻ തന്നെ പറയുകയാണ് അവസരങ്ങൾ അങ്ങോട്ട് ചോദിക്കണം എന്നൊക്കെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും സ്ട്രഗിളിങ് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ടോ? ഡെഫിനറ്റ്ലി. അത് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള ഒരു സ്റ്റാർ വരെയും ആക്ച്വലി എനിക്ക് തോന്നുന്നത് സ്ട്രഗിൾ ചെയ്യുവാണ്. അടുത്ത സിനിമ ഏതാ ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകളായിരിക്കും അവർക്ക്. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് അടുത്ത സിനിമ ഇപ്പം ഫാമിലി മാൻ ആയാലും അല്ലെങ്കിലും അടുത്ത സിനിമ കിട്ടുക എന്നുള്ളതാണ്. ആ സിനിമ കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ എൻ്റെയൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ ബോൺ ആക്ടേഴ്സ് അല്ല, നമ്മൾ പഠിച്ച് സിനിമയിൽ നിന്നുള്ള എക്സ്പീരിയൻസ് പഠിച്ചതാണ്. ഒരു 2-3 മാസം അല്ലെങ്കിൽ 6 മാസമൊക്കെ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സിനിമ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതൊരു വളരെ ബാലിശ്യമായിട്ട് തോന്നും. പക്ഷേ അഭിനയം മറന്നുപോയോ, ഇനി നമുക്ക് ചെയ്യാൻ പറ്റുമോ? പക്ഷേ ഇത് എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറയുമ്പോൾ ഇതൊരു സൈക്കിൾ ഓടിക്കുന്ന പോലെ, അല്ലെങ്കിൽ സ്വിമ്മിങ് നമ്മൾ ചെയ്യുന്നതല്ല. അതായത് ഇപ്പോൾ ഒരു വർഷം നമ്മൾ ചെയ്തില്ലെന്ന് വെച്ചാൽ നമ്മൾ മറന്നൊന്നും പോവില്ല. പക്ഷെ എന്നാലും ഒരു ആദ്യമാണ് ഇത് ചെയ്യാൻ പറ്റുമല്ലോ എന്ന്. അപ്പോൾ അതുകൊണ്ട് നിരന്തരം സിനിമകളിൽ സജീവമായിരിക്കണമെങ്കിൽ നമ്മളങ്ങോട്ട് നമുക്ക് ജോലി വേണമെന്ന് പറയുക എന്നുള്ളതാണ്. അല്ലാണ്ട് നമ്മൾ ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഞാൻ എല്ലാ ദിവസവും മിനിമം ഒരു കഥയെങ്കിലും കേൾക്കുന്ന ഒരാളാണ്. എല്ലാവരുടെയും കഥ കേൾക്കും ഞാൻ. അങ്ങനെ ഇപ്പം ആരുടെയാണ് ഓക്കെ പരിചയത്തിൻ്റെ ത്രൂ വന്നു, അല്ലെങ്കിൽ ഇപ്പം ഗോവിന്ദനെ എനിക്ക് പരിചയം, ഗോവിന്ദൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ഒരു കഥ പറയണം, എനിക്ക് വിഷയമില്ല. എനിക്ക് വാട്സാപ്പിൽ റാൻഡംലി ചിലർ മെസ്സേജ് അയക്കും കഥ പറയണമെന്ന്. ഞാൻ അവർക്കും സമയം കൊടുക്കാറുണ്ട്, ഞാൻ അവരുടെയും കഥ കേൾക്കാറുണ്ട്. അതിൻ്റെ കാരണം എവിടെയാണ് ബിരിയാണി കിട്ടാൻ പോകുന്നത് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനത്തെ ഒരു മെഗാ ബിരിയാണി ഇതായിട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു ബിരിയാണി എപ്പോഴെങ്കിലും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ. ഇടിയിൽ കിൻഡൽ വെയിറ്റ് വന്നിട്ടില്ലെങ്കിൽ അത് പെപ്പയുടെ പ്രശ്നമല്ല, അത് എൻ്റെ, സാലുവിൻ്റെ, ഞങ്ങളുടെ സൗണ്ട് ഡിസൈനറിൻ്റെ, മ്യൂസിക് ഡയറക്ടറിൻ്റെ പ്രശ്നമാണ്. ഞങ്ങൾ 4 പേരും വൃത്തിയായിട്ട് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ആ കിൻഡലടി ഫീൽ ചെയ്യും. അപ്പോൾ ആ പണി ടീച്ചർ വർക്കായിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, കാരണം ഞങ്ങൾ സിനിമ തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ, അതായത് പടം ഒന്നും ചെയ്യാത്ത ഞാൻ, കാതലൊക്കെ ചെയ്ത സാലു, ആവാസ വ്യൂഹം ചെയ്ത ചെറുപടം, ഞങ്ങളെല്ലാവരും പെപ്പേനെ വെച്ചിട്ട് ഒരു ബോക്സിംഗ് ഫിലിം ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇതൊക്കെ നടക്കൂടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ ത്രൂ ഔട്ട് കേട്ടിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊണ്ടിരുന്നത് ഒറ്റ പേരാണ് സിനിമയിലെ ജസ്റ്റിൻ വർഗീസ്. ആ പേര് ഭയങ്കര, കാരണം ഈ സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ് തന്നെ മ്യൂസിക്കാണ്. അയാളുടെ ഏറ്റവും നല്ല പണിയെടുത്തിട്ടുണ്ട് പുള്ളി, ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ നല്ല മൊമെന്റ്സ്, ആക്ഷനിലെ നല്ല മൊമെന്റ്സ് ഭയങ്കരമായിട്ട് മ്യൂസിക്കലി എലിവേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഗുഡ് തിയേറ്റേഴ്സിൽ കണ്ടാൽ ആ മ്യൂസിക് ഭയങ്കരമായിട്ട് വർക്കാവും.